നെഗറ്റീവ് അടിക്കുകയാണെങ്കിൽ അവൻ്റെ എന്ന് പറയാനേ എനിക്ക് പറയാൻ പറ്റുമല്ല. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഒരു തോപ്പിൽ ജോപ്പൻ 2.0 ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അടിപൊളി പടമാണ് ചേട്ടാ. എന്താ പറയണമെന്ന് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. 71 വയസ്സുകാരെ ഇങ്ങനെയൊക്കെ ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അമ്മാതിരി ഫൈറ്റും. സെക്കൻഡ് ഹാഫ് പൊളിച്ചടിക്കി. സെക്കൻഡ് ഹാഫ് ഫൈറ്റ് ക്ലൈമാക്സ് പടം എടാ സെക്കൻഡ് ഹാഫ് കിടിലൻ പടമായിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് ഉള്ളായിരുന്നു. നല്ല പടം നല്ല പടമാണ്. നല്ല രീതി ഓടും. കിടിലൻ പടം. ഫസ്റ്റ് ഹാഫ് അവസാനത്തെ 45-30 മിനിറ്റ്സ് വേറെ ലെവല്. കാർ ചേസൊക്കെ മമ്മൂടി എങ്ങനെയാണ് ചെയ്തതെന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒന്നും പറയാനില്ല. സീൻ കിട്ടില്ല പടം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി 71 വയസ്സുകാരെ ഇങ്ങനെയൊക്കെ ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അമ്മാതിരി ഫൈറ്റും. അതുപോലെ മമ്മൂട്ടികൾ ഒരുപാട് കൂടുതലായിട്ട് രാജ്ബി ഷെട്ടി സ്കോർ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ വേറെ ആണെങ്കിലും മമ്മൂട്ടിയുടെയൊക്കെ ഒരു പെർഫോമൻസ് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഈ അഴിഞ്ഞാട്ടത്തില്ല വേട്ട കേരള ബോക്സ് ഓഫീസിലെ വേട്ടയാണ് നമ്മുടെ മമ്മൂക്ക. ഒരു രക്ഷയില്ല. കിട്ടില്ല പെർഫോമൻസും മേക്കിങ്ങെല്ലാം നല്ല കിട്ടിലായിട്ടുണ്ട്. നമ്മുടെ ഈ മമ്മൂട്ടി കമ്പനിയുടെ ഒരു ക്വാളിറ്റി ഈ പടത്തിലും പുള്ളിക്കാരൻ നിലനിർത്തിയിട്ടുണ്ട്. കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടം. ഫാമിലി നല്ല സൗണ്ട് ക്വാളിറ്റികൾ നല്ല തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല കിട്ടിലും പടമാണ്. സൂപ്പർ പടം. ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുക. അടിപൊളി പടം. പടം എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഒരു തോപ്പിൽ ജോപ്പൻ 2.0 ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഓൾഡ് സ്കൂൾ കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ്. സ്ക്രിപ്റ്റ് ഒന്നും ഒരു ഇതുമില്ല. പിന്നെ ലാസ്റ്റത്തെ ഫൈറ്റ് മാത്രം കൊള്ളാം. പിന്നെ രാജ്ബി ഷെട്ടി പുള്ളിയും കൊള്ളാം. അല്ലാതെ ഒരു ഇതുമില്ല. പടം നമുക്കത് കണ്ടിരിക്കാൻ ഇപ്പോഴത്തൊക്കെ പടങ്ങളൊക്കെ മാറിയില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒന്നും അല്ല ഈ പടം. ഒരു രസമില്ല പടം. കണ്ടിരിക്കാൻ വേണ്ടി ഒന്നുമില്ല. ബോറടിച്ച് നമുക്ക് ആദ്യത്തെ ഷോട്ട് കാണുമ്പോഴേ മനസ്സിലാവും പടം കയ്യിൽ നിന്ന് പോയത്. പടത്തിൽ ഇന്നാവാനേ പറ്റിയില്ല. പടം കഴിഞ്ഞിട്ട് പോലും പടത്തിൽ ഇന്നാവാൻ പറ്റിയിട്ടില്ല. എന്ത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ BGM ഒക്കെ ഒരു ബൈക്ക് സ്റ്റാർട്ടാക്കണ പോലെയാണ് BGM. ഒരു രസവും ഇല്ല പടം. ആക്ടിങ് പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഒരിതുമില്ല. പടം ഒരു ഫ്ലാറ്റായിട്ട് പോകുന്ന ഒരു പടം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഒരു വൺ ഡേ വാച്ചബിൾ ബ്രോ. അല്ലാണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല. പിന്നെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉള്ളായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ ആക്ടിങ്ങും പിന്നെ എക്സ്പെഷ്യലി വില്ലൻ്റെ അഭിനയം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. വില്ലൻ്റെ ആ ഒരു മാസ് സീക്വൻസും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. പിന്നെ ഫിലിം പേഴ്സണലി എനിക്കും അത്ര കണക്റ്റ് ആയിട്ടില്ല. നമ്മൾ പണ്ട് കാലത്തുള്ള ആ ഒരു കൈൻഡ് ഓഫ് മേക്കിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ലാസ്റ്റത്തെ ആ ഒരു ഫൈറ്റ് സീക്വൻസ് അടിപൊളിയായിരുന്നു. ഒരു തവണ കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷനോടെയൊക്കെയാണ് വന്നത്. അപ്പോൾ പേഴ്സണലി എനിക്ക് അത്ര കണക്റ്റ് ആയിട്ടില്ല. അടിപൊളി പടമാണ് ചേട്ടാ. എന്താ പറയണമെന്ന് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. നമ്മളുടെ എന്താ പറയുക, മമ്മൂട്ടി സാറ് ഈ പ്രായത്തിലും ഇത്രയും ഡെഡിക്കേഷനായി ഇത്രയും പവറായിട്ടും ഒരു ഫിലിം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. രാജ്ബി ഷെട്ടി സാറൊക്കെ ഒരു രക്ഷയില്ല. അത്രയും തീ പടം അത്രയേ ഉള്ളൂ. ഒരു ആക്ഷൻ ത്രില്ലർ തന്നെയാണ്. ഹാർട്ട് ബീറ്റ് ഇപ്പോഴും ശരിയായിട്ടില്ല. ബിന്ദു പണിക്കർ മാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്രൂവും കാസ്റ്റും സെറ്റായിട്ടുണ്ട്. പടം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട സിനിമാറ്റോഗ്രാഫി ആയാലും വൈഷ്ണവ് സാറിൻ്റെ ഡയറക്ഷൻ ആയാലും ക്രിസ്റ്റോ സേവിൻ്റെ മ്യൂസിക് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി പടം എന്ന് പറയാനില്ല. കൊള്ളാം ബ്രോ. നല്ല കിടിലൻ സിനിമ. ക്ലൈമാക്സ് കുറച്ചും കൂടെ. പക്ഷേ BGM നമുക്ക് ഒരുപാട് ഫൈറ്റ് ഉണ്ട്. ചില ഇതിലൊക്കെ BGM നല്ല മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലുതായിട്ട് BGM വലുതായിട്ട് കയറിയിട്ടില്ല. പക്ഷേ ക്ലൈമാക്സ് ആയപ്പോഴും നികത്തിയിട്ടുണ്ട്. കൊള്ളാം ബ്രോ. സൂപ്പർ പടം. കിടിലൻ പടം. ആവശ്യത്തിന് നല്ല ഫൈറ്റും ഉണ്ട്. നല്ല ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ ഫൈറ്റാണ്. ആദ്യം മുതൽ അവസാനം വരെ എൻഗേജ് ആയിട്ടിരിക്കും. വേറെ കഥയിലൊന്നും കുറവൊന്നുമില്ല. നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. കിടിലൻ പടം. പിന്നെ സെക്കൻഡ് ഹാഫ് പൊളിച്ചടിക്കി. സെക്കൻഡ് ഹാഫ് ഫൈറ്റ് ക്ലൈമാക്സ് നല്ല പടം ചേട്ടാ. ഒന്നും പറയില്ല. അമ്മാതിരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് തിയേറ്ററിൽ വന്നിരുന്നേ കാണണം. OTT വന്നിരുന്ന ഒന്നും കാണല്ലോ. പക്ഷേ നല്ല പടമാണിത്. BGM ആയാലും ആ ഒരു കൊറിയോഗ്രാഫി, ആ ഫൈറ്റ് സീക്വൻസ്, സിനിമാറ്റോഗ്രാഫി എല്ലാം ഉണ്ടായിരുന്നു. നല്ല രസം. ഉൻ്റെ അമ്മമാരെ എനർജി മുക്കിന് അവിടെ ഇടി ഉൻ്റെ അമ്മ ഒരു രക്ഷയില്ല. രാജ്ബി ഷെട്ടി അതേപോലെ തന്നെ വില്ലനും കഥാപാത്രം നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് മമ്മൂട്ടി ഇതേപോലെ ഇരുന്ന് ഇതാകുന്നത്. രക്ഷയില്ല. വന്ന് മസ്റ്റ് വാച്ച് തിയേറ്ററിൽ. നെഗറ്റീവ് അടിക്കുകയാണെങ്കിൽ അങ്ങനെ നെഗറ്റീവ് അടിക്കാൻ മാത്രമൊന്നുമില്ല. ലാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഈ സാധനത്തിൽ. നെഗറ്റീവ് അടിക്കുകയാണെങ്കിൽ അവൻ്റെ എന്ന് പറയാനേ എനിക്ക് പറയാൻ പറ്റുമോ. അല്ലാണ്ട് നല്ല പടം തന്നെ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നല്ല പടം തന്നെ. പടം ഒന്നും പറയാനില്ല. പടം ഒരേ പൊളിയാണ്. വരിക, കാണുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക. തിയേറ്റർ എക്സ്പീരിയൻസ് മാത്രം ചെയ്യുക. കാരണം അത്രയും ഒരു കിട്ടില്ല പടം വെച്ചാൽ കൊടുത്ത ഫണ്ടിന് അത്രത്തോളം നീതി പുലർത്തിയെന്ന് പറയാം. അത്രയും. കാരണം സ്റ്റണ്ട് വൈസ് ആയാലും കാർ ചേസിങ് ആയാലും BGM ഒക്കെ നമ്മൾ കേൾക്കാത്ത വെറൈറ്റി സാധനം വരുന്നു. അതെല്ലാം ഗൂസ് ബംസ് എല്ലാം നന്നായിരുന്നു. ഇപ്പോഴും ഇറങ്ങിയിട്ട് ഗൂസ് ബംസ് ഉണ്ട്. ക്ലൈമാക്സ് ഫൈറ്റ് സീനും എല്ലാം മമ്മൂട്ടി എനർജിയും ഒന്നും പറയാനില്ല. സിനിമാറ്റോഗ്രാഫിയും എല്ലാം സീനായിരുന്നു. അതുകൊണ്ട് എല്ലാവരും വന്ന് കാണുക, പടം എൻജോയ് ചെയ്യുക. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്.